എല്ലാവർക്കും ജുബീസ് ഫ്യൂഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു പൊട്ടാറ്റോ വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ബട്ടാട്ട വട എന്നും വിളിക്കും. ഇത് ഒരു മുംബൈയിലെ ഒരു സ്ട്രീറ്റ് ഫുഡാണിത്. മുംബൈക്കാർക്ക് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് കിഴങ്ങ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, കിഴങ്ങ് വട എന്ന് വേണമെങ്കിലും പറയാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. 5-6 പച്ചമുളക്, ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം, 5-6 വെളുത്തുള്ളി ഇത് നമുക്ക് മിക്സിയിലിട്ട് അരിച്ചെടുക്കാം. അതേസമയം നമുക്ക് ഒരു 5 വലിയ കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇവിടെ. അതൊന്ന് തൊലി കഴിഞ്ഞ് വയ്ക്കാം. കിഴങ്ങ് തൊലി പൊളിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കൈവച്ച് നല്ലതുപോലെ ഉടച്ചെടുക്കാം. അതേസമയം ഇവിടെ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി അരച്ചതാണിത്. പിന്നെ മല്ലിയില കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില നമുക്ക് താളിക്കാനായിട്ട് ആവശ്യമുണ്ട്. നമുക്കിതൊന്ന് നല്ലതുപോലെ കൈവച്ച് ഇതുപോലെ സ്മാഷ് ചെയ്തെടുക്കാം. നല്ലതുപോലെ സ്മാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താളിക്കാനുള്ള സാധനങ്ങൾ നോക്കാം. ചട്ടി കഴുകി അടുപ്പ് കത്തിച്ച് വെള്ളം ഉണങ്ങിയിട്ടുണ്ട്. കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും കുറേ വീഡിയോസ് എൻ്റെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. സമോസ എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ പലതരം ഐറ്റങ്ങൾ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കുറച്ച് ഉഴുന്നിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പിൻ്റെ കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/4 ടീസ്പൂൺ മതിയാവും. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് പച്ചമുളകുകൾ അരിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുത്ത് പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മല്ലിയിലയുടെ കുറച്ച് ഭാഗം ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി, ബാക്കി നമ്മൾ ഫ്രഷ് ആയിട്ട് കൂടെ ചേർക്കാം. ഉപ്പ് നമ്മൾ കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമണം മാറിയിട്ടില്ല, മാറുന്ന വെള്ളം ഇളക്കി കൊടുക്കാം. ഇച്ചിരി കൂട്ടി വെച്ച് മതിയാവും, നിർത്തി കൊടുക്കാം. ഇതൊന്ന് ആറിയതിന് ശേഷം അല്ലെങ്കിൽ ഇപ്പം തന്നെ കിഴങ്ങിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം.
ബാലൻസ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം ഒന്ന് സ്പൂൺ വെച്ച് തന്നെ ഇളക്കി കൊടുക്കാം. ഈ സമയം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കിഴങ്ങിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ബാക്കിയുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കൈ വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഉണ്ടാക്കാനും പരവാകുമെന്ന് നോക്കണം. നല്ല ഉണ്ടാകുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. കിഴങ്ങ് മുക്കി പൊടിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു ഗ്ലാസിൻ്റെ അളവിൽ നമുക്ക് 2 ഗ്ലാസ് കടലമാവ് ഇട്ട് കൊടുക്കാം. ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഏകദേശം 1/4 ടീസ്പൂണ് സോഡാപ്പൊടി കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു മഞ്ഞ നിറം കിട്ടും. നമുക്ക് ഇതേ ഗ്ലാസിൻ്റെ അളവിൽ എത്ര വെള്ളം വേണ്ടി വരുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ഏകദേശം 1 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് ഇളക്കി നോക്കാം. നമുക്ക് നല്ല തിക്ക് ബാറ്ററാണ് വേണ്ടത്. ഏകദേശം 3/4 ഗ്ലാസ് ഒഴിച്ചിട്ടും നല്ലൊരു ഒത്തിരി കട്ടിയാണ്. ഇച്ചിരിയുടെ നമുക്ക് ഒഴിക്കേണ്ടി വരും. 1 ഗ്ലാസ് മുഴുവൻ ഒഴിക്കാം. നമുക്ക് ഒന്നുകൂടി ഇളക്കിയെടുക്കാം. കറക്റ്റ് ആ ഒരു ഗ്ലാസിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ. നല്ല കറക്റ്റ് സ്മൂതി ആയിട്ടുള്ള ഇതാണ്, കട്ടിയുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കിഴങ്ങൊക്കെ ഒന്ന് ഉരുളകളാക്കി വയ്ക്കാം. ഏകദേശം ഒരു കൈയിൻ്റെ അളവിൽ എടുത്തിട്ടുണ്ട്. ഏകദേശം 18 ഉരുളകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സൈസിൽ. ഇത് നമുക്ക് വറുത്തെടുക്കാം. അതിന് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായോ ഇല്ലയെന്ന് അറിയുമ്പോൾ നമ്മൾ അറിയാനായിട്ട് നമ്മൾ ഈ മാവ് ഒന്ന് ഒഴിച്ച് നോക്കിയാൽ മതി.
നമുക്ക് ഈ വട ഇതുപോലെ ഓരോന്നും മുക്കി രണ്ട് സൈഡിലും എല്ലാ സൈഡിലും മാവിങ്ങനെ ആക്കിയിട്ട് എണ്ണ ചൂടായാൽ നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഓരോന്നിങ്ങനെ എടുത്ത് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതാകുന്നത് വരെ കുറച്ച് എണ്ണ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായി അറിയുമ്പോൾ നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി വിട്ട് കുറച്ച് എണ്ണ ഇങ്ങനെ തളിച്ച് കൊടുക്കാം. ഇനി ഒന്ന് മറിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കളർ മാറുമ്പോൾ നമുക്കിത് ഇളക്കാവുന്നതാണ്. എണ്ണ ഒന്നും കുടിച്ചിട്ടൊന്നുമില്ല, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാം ഒരുപാട് ചൂടായി തോന്നുമ്പോൾ നമ്മൾ കുറച്ച് വയ്ക്കാം. ഇവിടെ ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. വീഡിയോ ഇതുവരെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് ഇടാൻ എനിക്കൊരു പ്രചോദനം കിട്ടത്തുള്ളൂ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒരുപാടുണ്ട്, ക്ഷമിക്കണേ. അപ്പോൾ വടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വടയാണ്. നല്ല മഴ സമയത്ത് ചൂടായിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇത് പാവിൻ്റെ കൂടെ വെച്ച് കഴിക്കുമ്പോൾ ഇച്ചിരി നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. താങ്ക് യു.